ഇവിടെ ഒരു ക്രിസ്മസ് പാർട്ടിക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ഡ്രസ്സ് ചെയ്യേണ്ടേ? ഓഫീസിലെ ക്രിസ്മസ് പാർട്ടി അനൗൺസ് ചെയ്തപ്പോൾ തൊട്ടുള്ള കൺഫ്യൂഷനാണ്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. ക്രിസ്മസ് അങ്ങ് ഡിസംബറിലാണെങ്കിലും നവംബർ ഫസ്റ്റ് വീക്ക് തൊട്ട് തന്നെ ഇവിടെ അതിനുള്ള സെലിബ്രേഷൻ മൂഡിലായി. എല്ലാ സ്ട്രീറ്റും ഡെക്കറേറ്റ് ചെയ്ത് ലൈറ്റ്സ് ഒക്കെ വെച്ച് ഇപ്പൊ സിറ്റിയിലേക്ക് ഇറങ്ങാൻ തന്നെ ഒരു രസമാണ്. പറഞ്ഞ പോലെ ക്രിസ്മസ് പാർട്ടിയും നവംബറിലാണ്. ഡ്രസ്സ് വേണം, ഷൂ വേണം, ക്ലച്ചസ് വേണം, ഓർണമെന്റ്സ് വേണം. ഇതെല്ലാം കൂടി എങ്ങനെ താങ്ങുന്ന ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ബ്ലാക്ക് ഫ്രൈഡേ വന്നത്. ബ്ലാക്ക് ഫ്രൈഡേ ഓഫർ എന്ന് പറഞ്ഞ് ഞാൻ കയറിയിറങ്ങിയ കടകൾ ഒന്നും എനിക്ക് വേണ്ട സാധനം എനിക്ക് കിട്ടി. അപ്പൊ പിന്നെ നേരെ ഓഫീസിൽ പോയിട്ട് എല്ലാവരോടും എന്താണ് അവരൊക്കെ ഇടുന്നതെന്നുള്ള ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് ബ്ലാക്ക് ഓർ റെഡ് ഡ്രസ്, വൂൾ സ്റ്റോക്കിംഗ്സ്, ട്രഡീഷണൽ ഷൂസ്, പിന്നെ കുറച്ച് ഗ്ലിറ്ററിംഗ് ആയിട്ടുള്ള ഓർണമെന്റ്സും സാധനങ്ങളും. പൊതുവേ തിളങ്ങുന്ന സാധനങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല. എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും ഗ്ലിറ്റർ ഉള്ള ഒരു ക്ലച്ചസ് വാങ്ങിക്കുന്നത്. ഷൂ തിരഞ്ഞ് അവസാനം എൻ്റെ പിന്നെ ക്ലാസിക് നോർവീജിയൻ ഷൂ. അപ്പൊ പിന്നെ മൊത്തത്തെ തീം ബ്ലാക്ക് ആൻഡ് സിൽവർ ആക്കാൻ വേണ്ടി കുറച്ച് സിൽവർ ഓർണമെന്റ്സും കൂടെ വാങ്ങിച്ചു. ഞാൻ ഈ ഷോപ്പ് ചെയ്യണതിന്റെ തൊട്ടടുത്ത ദിവസമായിരുന്നു ക്രിസ്മസ് പാർട്ടി. അതായത് അവസാന നിമിഷം മുട്ടി തീ പിടിക്കുമ്പോഴേ എനിക്ക് ചൂട് വരാറുള്ളൂ. അങ്ങനെ ക്രിസ്മസ് പാർട്ടിക്ക് പോയി കുറെ പാട്ടൊക്കെ പാടി ഗെയിംസ് ഒക്കെ കളിച്ചു. ഒരുപാട് ഫുഡ് ഉണ്ടായിട്ടും എനിക്ക് കഴിക്കാൻ പറ്റുന്ന പ്രത്യേകിച്ച് ഒന്നും ഇല്ലാതിരുന്ന സങ്കടത്തിൽ എൻ്റെ ഒരു നല്ല ഫോട്ടോ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി.